പ്രൈസ് കർത്താവിന് ധനികരും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർണാപ്രമിസ്റ്റിയുടെ പ്രാർത്ഥനാ സഹായികളായിട്ടും അഭ്യുദയകാംക്ഷികളായിട്ടും ആയിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും സഹോദരന്മാർക്കും ഫേസ്ബുക്ക് ഫ്രണ്ട്സായിട്ടും ദൂരം ചാര്യമായിട്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുസഹോദരനും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്മാർ അറിയിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഈ തിങ്കളാഴ്ച വരെ നമ്മെ ബലത്തോടെ ജയത്തോടെ പല സ്ഥലത്തായിട്ട് പല രാജ്യങ്ങളിലായിട്ട് പരിപാലിച്ച കർത്താവിൻ്റെ കരുണയും ദയവുമൊത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പുതിയ ആഴ്ചയിലേക്ക് നമ്മെ കൊണ്ടുവന്ന കർത്താവിനെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യും. ഈ ആഴ്ചത്തെ ദൈവ സന്ദേശത്തിൻ്റെ ചിന്തകൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഓർപ്പിച്ച ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 7 ഭാഗം. ആ ഭാഗത്ത് യേശു കർത്താവ് ഓർപ്പിക്കുന്ന ശക്തമായ ഉപദേശം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള 5 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് 18-ാം അധ്യായത്തിൽ കാണുവാനാകുന്ന പുസ്തകം. ഇപ്രകാരമാണ്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു കർത്താവ് ഒരു ഉപമ പറയുവാനായിട്ട് ഇടയായിട്ടുള്ള കാര്യമാണ് 18-ാം അധ്യായത്തിൽ കാണുവാനാകുന്ന പുസ്തകം. അവിടെ ഓർപ്പിക്കുന്ന ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു പുസ്തകം. എന്നാൽ ആ വിധവ പല പ്രാവശ്യം ചെന്ന് ഈ ന്യായാധിപനെ അപേക്ഷിച്ചു. അവന് അവിടെ കരച്ചിൽ കേൾക്കുവാനും നിലവിളി കേൾക്കുവാനും കഴിയാതെ അവിടെ ശബ്ദം, അവിടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കുറെ കാലമായിട്ട് മനസ്സില്ലാതെ ഇരുന്നു എന്നാണ് കാണുന്നത്. 18-ാം കാണുന്നത് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ നിലയിൽ മുമ്പോട്ട് പോയപ്പോൾ ഈ സഹോദരി വളരെയധികം അവള് പ്രാർത്ഥനയിൽ മടുക്കുന്ന അവസ്ഥ വരുവാനായിട്ടിടയായി. എന്നാൽ ഏത് വ്യക്തിക്കും അവനുണ്ടാകാം. മാസങ്ങളായി, ആഴ്ചകളായി സ്തോത്രം പല പ്രാവശ്യം പ്രാർത്ഥിച്ചു പരിശ്രമിച്ചിട്ടും ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കുമ്പോൾ ഏത് വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് മടുത്തു പോകാനുള്ള. പല കാര്യങ്ങളും മടുത്തു പോകുന്ന വ്യക്തികൾ നമുക്ക് സമൂഹത്തിലുണ്ട്. യേശു കർത്താവ് വിശുദ്ധമായി പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്നാണ് കർത്താവ് ഓർപ്പിച്ചത്. ആ ദൂത് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഈ വിധവ എന്ത് ചെയ്യാണ്? അവനെ അസഹ്യമാക്കുന്നുകൊണ്ട് അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാനിവിടെ പറയുന്നു. ഈ ഉപമയുടെ കങ്കൂഷനാട് യേശു കർത്താവ് പറയുന്ന വാക്യമാണ് നമ്മുടെ ചിന്താധാരകളുടെ വാക്യം. 18-ാം അധ്യായം 7-ാം വാക്യം: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്നാണ്. ഇവിടെ ഓർപ്പിക്കുന്നത് രാവും പകലും ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു വിശുദ്ധൻ്റെ, ഒരു ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം തമ്പുരാൻ സ്തോത്രം അവന് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നാണ് വളരെ ശക്തമായി ഓർപ്പിക്കുന്നത്. സ്തോത്രം ചെയ്യുക. പ്രതിക്രിയ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശത്രു നിനക്കെതിരെ ചെയ്ത പല ക്രിയകൾക്കും അതിൻ്റെതായ പ്രവർത്തന മേഖലകൾക്കെല്ലാം തകർക്കുന്ന നിലയിൽ ദൈവം മറ്റൊരു ക്രിയ ചെയ്യുന്നതിനാണ് പ്രതിക്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. രാവും പകലും ദൈവത്തോട് നിലവിളിക്കുന്ന നിന്റെ നിലവിളിക്കുമ്പോൾ ദൈവം മാറിപ്പോകാതെ നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് പ്രതിക്രിയ എന്നുള്ളത്. ശത്രു നിനക്കെതിരായിട്ട് പല പദ്ധതികളും പ്ലാനുകളും നിന്റെ കുടുംബത്തിന് വിരോധമായിട്ട്, നിന്റെ തലമുറയ്ക്ക് വിരോധമായിട്ട്, നിന്റെ പ്രാർത്ഥനാവശ്യത്തിന് വിരോധമായിട്ട് പലതും പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ഹല്ലേലൂയ, നീ മടുത്തു പോകുന്ന അനുഭവം ചിലപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ മടുക്കാതെ പ്രാർത്ഥിക്കുവാനായിട്ട് നീ തയ്യാറാകുമെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നിനക്ക് വേണ്ടി ശത്രു ചെയ്ത ക്രിയയ്ക്ക് പകരം മറ്റൊരു ക്രിയ ചെയ്ത് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ദൈവം തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് മടുത്തു പോകാതെ നിലവിളിക്കുവാനുള്ള ഒരു തീരുമാനത്തോടുകൂടി വേണം ഈ ദൂതിൻ്റെ ശ്രവണം അവസാനിപ്പിക്കുവാനായിട്ട്.
ഇവിടെ മടുത്തു പോകാൻ കാരണമായ ഒന്നാമത്തെ കാര്യം, കുറെ കാലത്തേക്ക് ഈ യജമാനന് ന്യായാധിപന് മനസ്സില്ലായിരുന്ന വിഷയമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കുറെ കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയം മറുപടി തരേണ്ട വ്യക്തിക്ക് മറുപടി തരുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ ജയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഒരു പ്രതിക്രിയ നടത്തുവാനായിട്ട് ഇടയാകും. സ്തോത്രം. അപ്പോൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ ഇടയാകുന്ന സ്തോത്രം, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു എന്നാണ്. അടിമവേല ഹേതുവായുള്ള അവരുടെ നിലവിളി ദൈവസ്ഥൽ എത്തി. ദൈവം തമ്പുരാൻ അവൻ്റെ അപ്പനോടും അമ്മയോടും അവൻ്റെ പിതാക്കന്മാരോടും ചെയ്ത നിയമം ഓർത്തു ദൈവം അവരെ കടാക്ഷിപ്പാൻ ഇടയായെത്തുമെന്നാണ് രേഖപ്പെടുന്നത്. അപ്പോൾ നിലവിളിപ്പാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, കുറെ കാലമായിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മടുക്കാതെ പ്രാർത്ഥിക്കും. രണ്ടാമത് വായിക്കുന്നു, അടിമവേല നിമിത്തം നിന്നെ അടിമപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ നിന്നെ വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകും. അതിന് മറ്റൊരു നെടുവീർപ്പെട്ട് നിലവിളിക്കുവാനിടയാകുന്ന നിലവിളി ദൈവസനിൽ എത്തുവാനിടയാകുമെന്നാണ് ഓർപ്പിക്കുന്ന പുസ്തകം. മൂന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്ന സ്തോത്രം, ഇവിടെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവർ നിലവിളിയും കേട്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തം. ആമേൻ. ആ ഊഴിയ വിചാരമാണ് വ്യക്തിപരമായ നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തികളുണ്ട്, വ്യക്തിപരമായി നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. സ്തോത്രം. അത് നിമിത്തം നീ പുറത്തു പോകരുത്, മടുത്തു പോകരുത്. അതിന് മറ്റതിലും നിലവിളിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിലവിളി കേട്ട് പ്രവർത്തിപ്പാൻ മതിയായവനാണ്. 8-ാം വാക്യത്തിൽ ഇങ്ങനെ 9-ാം വാക്യം വായിക്കുന്നു, സ്തോത്രം, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, ഞാൻ അവരുടെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് 3 വിധത്തിലാണ് പലപ്പോഴും നിന്നെ മടുപ്പിക്കണം. ഒന്ന്, കുറെ കാലത്തേക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ, വിഷയ പരിഹാരം വരുമ്പോൾ. 2, ആമേൻ, അടിമവേല നിമിത്തം നിന്നെ എന്നേക്കുമായി ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന അനുഭവത്തിലാകുമ്പോൾ മടുക്കാം. 3, വ്യക്തിപരമായി നിന്നെ കുത്തി നോവിക്കുന്ന പോലെ, വേദനിപ്പിക്കുന്ന പോലെ ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥന മടുക്കാൻ സാധ്യതയുണ്ട്. ഈ 3 നിലയിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകുന്ന മടുപ്പിനെ ജയിച്ചുകൊണ്ട് ആ ദൈവസന്നിധി രാവും പകലും നിലവിളിപ്പാൻ തയ്യാറാകുന്ന ഒരു ദൈവത്തിന് പതിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. എക്സാമ്പിളായ അനേക വിഷയങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. മഴയമത്ത് പഠിക്കുമ്പോൾ പ്രാർത്ഥന മനുഷ്യനായ മോർദെഖായി വിരോധമായിട്ട് ഹാമാനും അവൻ്റെ കൂട്ടരും അവൻ്റെ ഭാര്യയും കൂട്ടുകാരും എല്ലാം ചേർന്ന് അവനെ ഒതുക്കുവാൻ, തകർക്കുവാനായ പദ്ധതിയും പ്ലാനും ഇടുവാണ്ടിയായി. സ്തോത്രം. ഒടുവിൽ ചുരുക്കി പറഞ്ഞാൽ ആ മോർദെഖായെ തൂക്കിക്കളവാനായിട്ട് കഴിമരമുണ്ടാക്കി അവനെ തൂക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത സമയത്ത്, ഹല്ലേലൂയ, 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കണ്ടിട്ട് അറിഞ്ഞിട്ട് രാജാവിനോട് നേരിട്ട് മുമ്പ് പറയാം സമയമെടുക്കാതെ സ്വർഗസ്വനാ ദൈവത്തോട് അവൻ എന്ത് ചെയ്യുന്നു, ഈ വിഷയം ഓർത്ത് നെടുവീർപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് കരയുവാനിടയായി. അവന് നിലവിളി ദൈവസന്നിധിയിൽ എത്തുവാനിടയായ സംഭവമാണ് പിന്നീട് കാണുവാനിടയാകുന്നത്. ഹാമാൻ മോർദെഖായ്ക്ക് ഒരുക്കിയ അതേ കഴുകുമരത്തിൽ ഹാമാനെ തൂക്കി പ്രതിക്രിയ നടത്തി മോർദെഖായ് കുടുംബ രക്ഷിതയുമാണ് നീണ്ട ദൈവം. ആകയാൽ ഇന്ന് രാവിലെ ഏതെങ്കിലും നിലയിൽ ഭാരപ്പെട്ട് ഈ 3 നിലയിൽ വേദനപ്പെട്ട് മടുത്തിരിക്കുന്ന അനുഭവത്തിലുള്ള വ്യക്തികളോട് ദൈവന്മാ ഓർപ്പിക്കുന്നത്, സ്തോത്രം, നീ മടുക്കാതെ പ്രാർത്ഥന പോരാടുവാൻ തയ്യാറാകുമ്പോൾ നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ സമയമായിരിക്കുകയാണ്. ആകെ പ്രതീക്ഷയോടുകൂടെ ആമേൻ നിലവിളിപ്പാൻ പ്രാർത്ഥനയുണ്ടാകട്ടെ. കുറെ കാലത്തേക്ക് സ്വന്തം നിന്റെ വിഷയത്തിന് പരിഹാരമില്ലാന്ന് വിചാരിച്ച പ്രാർത്ഥന നിർത്തരുത്. ആമേൻ. അടിമവേല നിമിത്തം നീ കഷ്ടപ്പെടുന്ന വിചാരിച്ച പ്രാർത്ഥന നിർത്തരുത്. ആമേൻ. നിന്നെ വ്യക്തിപരമായി അലട്ടുന്ന നിലയിൽ ഊഴിവിചാരന്മാർ നിമിത്തമുള്ള കഷ്ടപ്പാടുമെന്ന് പ്രാർത്ഥന നിർത്തരുത്. അതിനെ ജയിച്ചുകൊണ്ട് മടുക്കാതെ പ്രാർത്ഥിപ്പാൻ ആര് തയ്യാറാകുന്നു, അവന് വേണ്ടി പ്രതിക്രിയ വെളിപ്പെടാൻ പോകുകയാണ്. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. രാവിലെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒരു പ്രതിക്രിയ അനുഭവിച്ച്
മുന്നേറുവടിയാകണമേ. മടുക്കാതിനുള്ളിൽ പങ്കു കൊടുക്കണമേ. ദിനത്തെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.